കാര്യം കൂടി കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഡാനിയുടെ ഫ്രെയിം കണ്ടിട്ട് ഒരല്പം മൂടിക്കെട്ടിയ സാഹചര്യമാണ് എന്ന് തോന്നുന്നു. ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മഴ പ്രതീക്ഷിച്ച് എല്ലാവരും ഈ ചൂടത്തുരുകിയിരുന്ന്, പക്ഷെ അവസാനം മഴ പെയ്തപ്പം കൊച്ചിയിൽ ആകെ ദുരിതമായി എന്നുള്ളത്. ഈ ട്രെയിൻ ഗതാഗതം അടക്കം തടസ്സപ്പെടുന്നതും എല്ലാവരും ദുരിതത്തിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നെങ്ങനെയാണ്? ആശ്വാസ മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? ആര്യ, കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് ഒരു മഴയുടെ ഒരു വലിയ ലക്ഷണങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ഒരു ആകാശം പൊതുവെ മേഘാവൃതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. രാത്രി മഴ നല്ല രീതിയിൽ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ പുലർച്ചയിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ആകാശം ഇങ്ങനെ ഇരുണ്ട് വരുന്നത് ഒരു ആശ്വാസകരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചൂടിൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ കൂടെ അടുത്ത് നിവർത്തി വെച്ച് ലൈവിന് വന്ന് നിൽക്കുമ്പോൾ അത് കുറേ നാളുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് മഴക്കാലത്ത് എന്ന പോലെ. ഇന്ന് അത്തരമൊരു അന്തരീക്ഷമുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലും വളരെ സന്തോഷത്തോടെ ആകാശത്തേക്ക് നോക്കി കടന്നു പോകുന്നവരാണുള്ളത്. മഴ രാവിലെ ചെറിയ രീതിയിൽ ഒരു ചാറ്റൽ മഴ എന്ന രീതിയിലേക്ക് വന്നിരുന്നു. അത് വലിയ ശക്തിയിലേക്കൊന്നും വന്നില്ലെങ്കിലും ചൂടിന് ഒരു ശമനമുണ്ട്. കുറച്ചെങ്കിലും റോഡ് ഒരു ചെറിയ മഴ പെയ്തൽ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് നനഞ്ഞിട്ടുണ്ട്. മഴ വരും മണിക്കൂറുകളിൽ ഇത് മഴയായി തന്നെ നിൽക്കുമോ അതോ കാർമേഘമായിട്ട് കൊതിപ്പിച്ച് കടന്നു പോകുമോ എന്നതെല്ലാമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഒരു പ്രതീക്ഷയുടെ ഒരു തുടക്കം, ഒരു ദിവസത്തിൻ്റെ ആരംഭം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇനി വരും മണിക്കൂറിൽ കാണാം, നോക്കിയിരിക്കാം. തീർച്ചയായും ഡാനി. ഏതായാലും ഡാനിയുടെയും അതോടൊപ്പം നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ മഴ പെയ്യട്ടെ, ആശ്വാസമാകട്ടെ, ഭൂമി ഒന്ന് തണുക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. എന്തായാലും ഇന്ന് വിവിധ ജില്ലകളിൽ മഴയുടെ മുന്നറിയിപ്പുണ്ട്. പല സ്ഥലങ്ങളിലും ആശ്വാസമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലും പല സ്ഥലത്തും ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടിമിന്നലിനുള്ള സാധ്യത കൂടി ഈ ഒരു സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അടക്കം ഈ മഴയുമായി ബന്ധപ്പെട്ട് മഴക്കോളൊക്കെ കാണുമ്പോൾ അധികം പുറത്തിറങ്ങി നിൽക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഇത്തരത്തിലൊരു തൊഴിലാളി മിന്നലേറ്റ് മരിച്ച വാർത്ത കൂടി നമ്മളെ തേടിയെത്തിയത്. അപ്പോൾ ഇടിമിന്നലിനുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മുൻകരുതൽ കൂടി എല്ലാവർക്കും വേണം. നമ്മൾ മറ്റ് വാർത്ത